നിങ്ങളൊരു അഭിപ്രായത്തില് ഏത് ബ്രാൻഡ് ഫോണുകളാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ കംപ്ലൈൻസ് കുറവായിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാൻ നല്ലത്, ഏത് ബ്രാൻഡാണെന്നും അതേപോലെ തന്നെ ഏത് ബ്രാൻഡിന്റെ സർവീസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ മൊബൈൽ ഫോൺ ഉപയോഗിക്കണോലായിരിക്കും, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കത്തോല് വളരെ കുറവാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കണ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ ഐഫോൺ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, വിവോ ആയിക്കോട്ടെ, ഓപ്പോ ആയിക്കോട്ടെ, റിയൽമി ആയിക്കോട്ടെ, ഹോണർ ആയിക്കോട്ടെ, വൺ പ്ലസ് ആയിക്കോട്ടെ, നത്തിങ് ആയിക്കോട്ടെ, ഈ ഒരു ബ്രാൻഡിൽ ഏത് കമ്പനീന്റെ സർവീസ് ആണ് ഏറ്റവും ബെറ്റർ സർവീസ് എന്നുള്ളതും അതേപോലെ തന്നെ സർവീസ് സെന്ററുകളൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏത് കമ്പനീന്റെ ഫോണുകളാണ് ഏറ്റവും ബെറ്റർ സർവീസ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർക്ക് ഏത് ബ്രാൻഡ് ഫോണാണ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഏത് ബ്രാൻഡ് ഫോണാണെന്നുള്ളതിന്റെ ഒരഭിപ്രായങ്ങൾ ഈ കമന്റ് രൂപത്തിൽ ഒന്ന് അഭിപ്രായപ്പെട്ടേരി. കാരണം നമ്മളിത് കസ്റ്റമർ അടുത്ത് നമ്മൾ ഇന്ന ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർ നമ്മളോട് പറയും നിങ്ങൾക്ക് അതല്ല പ്രോഫിറ്റ് കൂടുതൽ. ഒരു വിധത്തിലൊക്കെ നമ്മൾ പറയല് നമ്മൾ പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ടല്ല ഞാനൊന്നും ബിസിനസ് ചെയ്യല്. നമ്മൾ പ്രോഫിറ്റിന്റെ ഉപരി കസ്റ്റമർക്ക് ആഫ്റ്റർ സർവീസ് ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ആഫ്റ്റർ സർവീസ് ഏതാണ് കൊടുക്കാൻ പറ്റിയതെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യല്. പക്ഷെ നമ്മൾ ചില കസ്റ്റമറോടൊക്കെ നമ്മൾ പറയുമ്പോൾ പറയാം അത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതലല്ലേ. പല പ്രാവശ്യം നമ്മളൊക്കെ കേട്ടതാണ്. നമ്മളൊക്കെ സർവീസ് ആഫ്റ്റർ സർവീസ് ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ബ്രാൻഡ് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതും ഏത് ബ്രാൻഡാണ് കംപ്ലൈൻസ് കുറവ് എന്നുള്ളതും അതേപോലെ തന്നെ സർവീസ് സെന്ററിൽ ഏറ്റവും നല്ല സർവീസ് കിട്ടുന്ന ഒരു ബ്രാൻഡിന്റെ പേരൊന്നും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്ന് കമന്റ് രേഖപ്പെടുത്തണേ.